ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള പൂർണ്ണ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവുകയാണ്. വിവരങ്ങൾ. നിലമ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിന് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് സ്വദേശി കൂടാതെ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കൂടിയായിട്ടുള്ള ബി സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷം അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി പ്രതിപക്ഷം നേതാക്കൾ നടത്തിയിട്ടുള്ള കൂടിയാലോചനകൾക്കും യോഗത്തിനും ശേഷമാണ് ഇത്തരത്തിലൊരു സമവായത്തിലൂടെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ചേർന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളൂ. അതിൽ തന്നെയും ആദ്യം തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആവശ്യം കോൺഗ്രസ് അതിശക്തമായി മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ മറ്റ് പാർട്ടികളുടെ കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സമ്മർദ്ദവും കൂടിയാലോചനയ്ക്കും ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസായിരുന്ന 2007 മുതൽ 2011 വരെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസായിരുന്ന ബി സുദർശൻ റെഡ്ഡിയെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. NDA സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ മഹാരാഷ്ട്ര ഗവർണർ കൂടിയായിട്ടുള്ള CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ രണ്ട് കക്ഷികളും, അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 21-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അന്നായിരിക്കും NDAയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുക എന്ന് കഴിഞ്ഞ ദിവസം നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അന്ന് NDA സഖ്യത്തിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും ഡൽഹിയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഉപമുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും നേതാക്കളും എല്ലാം ചേർന്നുകൊണ്ടൊരു ശക്തി പ്രകടനമായിട്ടായിരിക്കും NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. നാമനിർദ്ദേശ പത്രിക നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്നായിരിക്കും നൽകുക എന്ന് സംബന്ധിച്ചു കൂടിയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം നേതാക്കൾ അറിയിക്കും. 22-നാണ് നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വോട്ടെടുപ്പ് നടക്കും. അതിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും രാജ്യസഭയിലെ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉൾപ്പെടെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാവുക. വൈകിട്ട് 5 മണിക്ക്, അതായത് സെപ്റ്റംബർ 9-ന് വൈകിട്ട് 5 മണിക്ക് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വളരെ എളുപ്പത്തിൽ തന്നെ വിജയിച്ചു കയറും. അതിനുള്ള അംഗബലം ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ പരിശോധിക്കുമ്പോൾ BJP NDA സഖ്യത്തിനുണ്ട്. എങ്കിൽ പോലും ഭരണഘടനാ സ്ഥാനമായതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയെ സമവായത്തിലൂടെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണം എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ഉപരാഷ്ട്രപതിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാമെന്നൊരു നിർദ്ദേശം അതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. DMK-യുമായൊക്കെ സംസാരിക്കുന്ന രാജ്നാഥ് സിംഗ് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ തന്നെ വളരെ കൃത്യമായി ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകും എന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വരുന്നത്. അണ്ണാദുരൈ, അതുപോലെ തിരുച്ചി ശിവ, ഇവരുടെയൊക്കെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വ്യക്തിയെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ സഖ്യം. തെലങ്കാനയിൽ നിന്നുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡി. ഗോവയുടെ ഫസ്റ്റ് ലോകായുക്ത കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഈ ഒരു പേരിലേക്ക് ഇന്ത്യ മുന്നണി എത്താനുള്ളൊരു സാഹചര്യം? ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? തെലങ്കാനയിൽ നിന്നാണല്ലോ ബി സുദർശൻ റെഡ്ഡി എത്തുന്നത്. നിലവിൽ രാഷ്ട്രീയ പ്രാധാന്യം എന്നതിനപ്പുറത്തേക്ക് നിലവിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളത് പ്രതിപക്ഷത്തിന് നിർബന്ധമായിരുന്നു. കാരണം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് വെച്ചൊരു നിർദ്ദേശം എന്നുള്ളത് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താതെ ഭരണഘടനാ സ്ഥാനത്തേക്ക്, ഉപരാഷ്ട്രപതി എന്ന സ്ഥാനത്തേക്ക് സമവായത്തോടെ ഒരുമിച്ച് പാർലമെൻറ്റ് ഒരാളെ അയക്കണം എന്നൊരു നിർദ്ദേശം പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് കേന്ദ്ര സർക്കാർ വെച്ചിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ട് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വഴങ്ങുകയാണെങ്കിൽ അത് രാഷ്ട്രീയ തലത്തിൽ മറ്റ് പ്രചാരണങ്ങൾക്ക് അല്ലെങ്കിൽ
മറ്റ് നരേഷനുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള നിർബന്ധത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യം തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ സ്ഥാനാർത്ഥിയെ വേണം എന്ന ആവശ്യം മുൻപോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. അതിനപ്പുറത്തേക്ക് മറ്റ് നിരവധി പാർട്ടികൾ, തൃണമൂലും സമാജ്വാദി പാർട്ടിയും DMKയും ഉൾപ്പെടെ നിരവധി പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടും അത്തരത്തിൽ വിവിധ പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഒരു പേരിലേക്ക് മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി എന്ന പേരിലേക്ക് പ്രതിപക്ഷം എത്തിയത് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മറ്റ് രാഷ്ട്രീയ പ്രാധാന്യങ്ങൾക്കപ്പുറത്തേക്ക്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട് എന്ന് നിലവിൽ കരുതാനാകില്ല. കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ തള്ളിക്കൊണ്ടാണ്, അതായത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ വെച്ചത് തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. നീലിമ. ഓക്കെ ജിഷ്ണു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം പൂർണ്ണമായിരിക്കുന്നു.